ബെഞ്ചമിൻ നെതന്യാഹു എവിടെ? അദ്ദേഹം മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? ലോകം മുഴുവൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കെ എല്ലാ അഭ്യൂഹങ്ങൾക്കും മറുപടിയെന്നോണം ഒരു വീഡിയോ പുറത്തുവന്നിരിക്കുന്നു. എന്നാൽ ആശ്വാസത്തിനു പകരം വലിയൊരു നടുക്കമാണ് ആ ദൃശ്യങ്ങൾ സമ്മാനിച്ചത്. വീഡിയോയിലെ നെതന്യാഹുവിന് 6 വിരലുകൾ. ഈ 6ാം വിരൽ വിവാദം കത്തിപ്പടരുന്നതിനിടയിതാ മറ്റൊരു വീഡിയോ കൂടി പുറത്തുവരുന്നു. ജെറുസലേമിലെ ഒരു കോഫി ഷോപ്പിൽ ശാന്തനായി കാപ്പി കുടിച്ചിരിക്കുന്ന നെതന്യാഹു. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നും അത് മറച്ചുവെക്കാൻ ഇസ്രായേൽ ബോധപൂർവം സൃഷ്ടിക്കുന്ന കൃത്രിമ ദൃശ്യങ്ങളാണിവയെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വാദിക്കുന്നു. എന്താണ് ഈ ദൃശ്യങ്ങൾക്ക് പിന്നിലെ സത്യം? അദ്ദേഹം ശരിക്കും സുരക്ഷിതനാണോ അതോ ലോകത്തെ പറ്റിക്കാൻ AI ഒരുക്കിയ തന്ത്രമോ? വീഡിയോ ചിത്രീകരിച്ചതായി പറയപ്പെടുന്നത് ജെറുസലേമിലെ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ സദാഫ് എന്ന കഫേയിലാണ്. ആ സ്ഥലത്തിരുന്ന് കാപ്പി കുടിക്കുന്നതും സംസാരിക്കുന്നതുമായ നെതന്യാഹുവിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. എന്നാൽ ഈ വീഡിയോയെക്കുറിച്ച് സംശയങ്ങൾ ഉയരാൻ പ്രധാന കാരണം മുമ്പ് പുറത്തുവന്ന മറ്റൊരു വീഡിയോ തന്നെയായിരുന്നു. ആ വീഡിയോയിൽ നെതന്യാഹുവിന്റെ കയ്യിൽ 6 വിരലുകൾ കാണപ്പെടുന്നതായി ചിലർ ആരോപിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളിൽ ഇത്തരത്തിലുള്ള ശാരീരിക പിഴവുകൾ സാധാരണയായി കാണപ്പെടാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലർ നെതന്യാഹു മരിച്ചുവെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോകളെല്ലാം വ്യാജമാണെന്നുമുള്ള പ്രചാരണം ആരംഭിച്ചത്. ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്ന രീതിയിലാണ് പുതിയ വീഡിയോയിൽ അദ്ദേഹം തന്റെ 2 കൈകളും ഉയർത്തിക്കാണിച്ച് വിരലുകൾ എണ്ണാൻ വെല്ലുവിളിക്കുന്നതുപോലുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വീഡിയോ പുറത്തുവന്നതോടെ സംശയങ്ങൾ അവസാനിച്ചില്ല. മറിച്ച് ഈ വീഡിയോ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് ആണെന്ന വാദം ശക്തമായി ഉയർന്നു. പ്രത്യേകിച്ച് ഗ്രോക്ക് എന്ന AI ചാറ്റ്ബോട്ട് ഈ വീഡിയോയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നതാണ് വിവാദത്തെ കൂടുതൽ ശക്തമാക്കിയത്. ഗ്രോക്കിന്റെ വിലയിരുത്തലനുസരിച്ച് വീഡിയോയിൽ കാണുന്ന പല ഘടകങ്ങളും യഥാർത്ഥ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ചാറ്റ്ബോട്ടിന്റെ വാദം. അതിനാൽ തന്നെ വീഡിയോയിലെ രംഗങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളല്ലെന്നും വളരെ പുരോഗമിച്ച AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ചതാകാമെന്നും ഗ്രോക്ക് അഭിപ്രായപ്പെടുന്നു. സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും വീഡിയോയിൽ കാണുന്ന ചില അസ്വാഭാവികതകൾ ചൂണ്ടിക്കാണിച്ച് സംശയം ശക്തമാക്കുകയാണ്. കപ്പിലെ കാപ്പി അനങ്ങുന്നത് കണ്ടിട്ട് അതിലെന്തോ അസ്വാഭാവികതയുണ്ടെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു. കപ്പ് ചലിക്കുമ്പോഴും കാപ്പിയുടെ നില ഗുരുത്വാകർഷണ നിയമങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ മാറുന്നതായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ കൗണ്ടറിനു പിന്നിൽ നിൽക്കുന്ന ഒരാൾ മുഖത്ത് മാസ്ക് ധരിച്ചിരിക്കുന്നതുപോലും ചിലർക്ക് സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. മറ്റു ചിലർ വീഡിയോയിലെ ഒരു പ്രത്യേക നിമിഷം ശ്രദ്ധയിൽപ്പെടുത്തി മറ്റൊരു വാദവും ഉന്നയിച്ചു. നെതന്യാഹു കാപ്പിയിലേക്ക് നോക്കി തല താഴ്ത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ആകൃതി വട്ടത്തിൽ നിന്ന് ഓവൽ രൂപത്തിലേക്ക് മാറുന്നുവെന്നാണ് അവരുടെ കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള ചെറിയ ദൃശ്യവൈകല്യങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളിൽ സാധാരണയായി കാണപ്പെടുന്ന സാങ്കേതിക പിഴവുകളാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ എല്ലാ ആരോപണങ്ങളെയും ഇസ്രായേൽ സർക്കാർ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ ഔദ്യോഗിക വിശദീകരണത്തിൽ പ്രധാനമന്ത്രി പൂർണ്ണ ആരോഗ്യവാനാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വീഡിയോ ചിത്രീകരിച്ചതായി പറയുന്ന ദ സദാഫ് കഫേയും ഈ വിവാദത്തിൽ പ്രതികരിച്ചു. അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ നെതന്യാഹു തങ്ങളുടെ കഫേ സന്ദർശിച്ച ചിത്രങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും തങ്ങളുടെ കഫേയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അതിൽ അഭിമാനമുണ്ടെന്നും അവർ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചു. ഈ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ വീഡിയോ യഥാർത്ഥമാണെന്ന വാദവും ശക്തമായി മുന്നോട്ടു വന്നു. ഈ വിവാദം ഉയർന്നത് വളരെ നിർണായകമായ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. മധ്യപൂർവ്വദേശത്ത് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട സൈനിക നീക്കങ്ങളും ഇറാന്റെ തിരിച്ചടിയും ഗൾഫ് മേഖലയെ വീണ്ടും സംഘർഷഭരിതമാക്കിയിരിക്കുകയാണ്. ഇത്തരം സമയങ്ങളിൽ ഒരു രാജ്യത്തിന്റെ പ്രധാന നേതാവിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പോലും വലിയ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഭരണകൂടത്തിന്റെ സ്ഥിരത, സൈനിക തീരുമാനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയെല്ലാം നേതാക്കളുടെ നിലനിൽപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇത്തരം വാർത്തകൾ അതിവേഗത്തിൽ ലോകമെമ്പാടും ചർച്ചയാവാറുണ്ട്. അതേസമയം ഈ സംഭവം മറ്റൊരു വലിയ യാഥാർത്ഥ്യത്തെയും മുന്നിലെത്തിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ അതിവേഗ വളർച്ച ഇന്ന് വിവരലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ്. AI ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകൾ യഥാർത്ഥ ദൃശ്യങ്ങളുമായി തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുന്നതായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തി വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ലോകമെമ്പാടും വർദ്ധിച്ചുവരുന്ന പ്രശ്നമാണ്. അതിനാൽ തന്നെ ഒരു വീഡിയോ യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് സ്ഥിരീകരിക്കുന്നത് മാധ്യമങ്ങൾക്കും സർക്കാരുകൾക്കും സാങ്കേതിക വിദഗ്ധർക്കും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇതോടെ നെതന്യാഹുവിന്റെ വീഡിയോയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിച്ചതു മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളും ഉയർന്നിരിക്കുകയാണ്. ഒരു വിഭാഗം ഇതിനെ സാധാരണമായ ഒരു പൊതുസന്ദർശനത്തിന്റെ വീഡിയോ ആയി കാണാൻ ശ്രമിക്കുന്നുവെങ്കിലും മറ്റൊരു വിഭാഗം ഇത് സാങ്കേതികവിദ്യയുടെ മറവിലൊരുക്കിയ ഒരു രാഷ്ട്രീയ നാടകമാകാമെന്ന് ആരോപിക്കുന്നു. നേതാവെന്ന നിലയിൽ ജനങ്ങൾക്ക് വ്യക്തതയും വിശ്വാസവും നൽകേണ്ട സമയത്ത് ഇത്തരം വിവാദങ്ങൾക്കിടവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭരണാധികാരിയുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ടുതന്നെ ഈ സംഭവത്തെ വെറും സാങ്കേതിക വിവാദമായി മാത്രം കാണാനാവില്ല. മറിച്ച് അധികാരത്തിലിരിക്കുന്ന നേതാക്കൾ
എത്രത്തോളം സത്യസന്ധവും ഉത്തരവാദിത്വപരവുമായ സമീപനം പുലർത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള കടുത്ത വിമർശനമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്.